33 കൊല്ലം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ നമ്മളെ കഷ്ടപ്പാട് ഒരു 10 കൊല്ലം മുമ്പേ തുടങ്ങിയതാണ്. 45 കൊല്ലം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അതെല്ലാം അക്കാലത്തെ ഏറ്റവും വലിയ ശരികളായിരുന്നു. എക്കാലത്തെയും നല്ല ശരികളായിരുന്നു ആ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നിപ്പോൾ അപ്പുറത്തുള്ള സങ്കടം കുറച്ചൊന്നുമല്ല, വല്ലാത്ത സങ്കടമാണ്. അല്ലാഹു തആല ആലിമീങ്ങളെ മാനം കെടുത്താതെ എല്ലാവർക്കും അല്ലാഹു ഇസ്സത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. 4ാം ക്ലാസും നാടൻ കുസ്തിയും അതുമാത്രമാണ് രാഷ്ട്രീയക്കാരന്റെ യോഗ്യത. ആ രാഷ്ട്രീയക്കാരൻ ആലിമീങ്ങളെ കഴുത്തില് കുത്തിപ്പിടിച്ച് മൂക്കുകൊണ്ട് വരപ്പിക്കണ പരിപാടിയാണ്. സമ്മതിക്കാത്ത ആലിമീങ്ങളെ തെറി വിളിക്കുകയാണ്, സ്ഥാപനം പൂട്ടിക്കുകയാണ്. അന്ന് നമ്മൾ അനുഭവിച്ചതിന്റെ മറ്റൊരു എപ്പിസോഡ് പല രൂപത്തിലും അരങ്ങേറി തുടങ്ങുകയാണ്. സന്തോഷമില്ല, കൈകൊട്ടിച്ചിരിക്കാൻ ഞങ്ങളില്ല, പല്ലുകുത്തി മണപ്പിക്കാൻ ഞങ്ങളില്ല. പണ്ട് സീതിഹാജി ചാടിയ പോലെ അങ്ങനെ പൊക്കിക്കാണിച്ച് ചാടാനും ഞങ്ങളില്ല. ഞങ്ങളെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. ഒന്നുകൂടി പിളരാൻ ഈ ഉമ്മത്തിന് ആഫിയത്തില്ല. പിളർപ്പില്ലാതെ, തകർച്ചയില്ലാതെ, സംഘട്ടനമില്ലാതെ, ആലിമീങ്ങളും അനങ്കടാതെ യോജിപ്പിന്റെ വഴി നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. അതാണ് ഇപ്പൊ നമുക്ക് ദ്വാരക്കാൻ. 100 കൊല്ലത്തിനിടയിൽ ഏറ്റവും വലിയ സങ്കടത്തിലൂടെയാണ് സമസ്ത കടന്നു പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ജഫരി മുത്തുക്കോയ തങ്ങൾ പറയുന്നു. എന്താ പ്രശ്നം? ഭരണകൂടം വേട്ടയാടുന്നുണ്ടോ? ഇല്ല. കാഫിരീങ്ങൾ ശല്യപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. ബിദ്അത്തുകാര് കടന്നാക്രമിക്കുന്നുണ്ടോ? ഇല്ല. നമ്മള് എന്തെങ്കിലും ചെയ്തു കളഞ്ഞോ അവരെ? ഇല്ല. പിന്നെ പിന്നെ ആരാ ഇടങ്ങാറാക്കണത്? ആരാ ഇടങ്ങാറാക്കണത്? ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഇരുമ്പൊലൊക്കെ വിഴുങ്ങി ചുക്കുകൊള്ളം കുടിച്ചാ മതിയാവൂല. ഇത് കഴുത്തിൽ പണ്ടേ കെട്ടിത്തൂക്കിയതാണ്. അനുഭവിക്കണം. ആ കാലഘട്ടത്തിലാണ് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു മഹാനായ CM വലിയുള്ള കാണിച്ചു തന്നത്. ബഹുമാനപ്പെട്ടവർ നമുക്ക് ഊർജം പകർന്നത്, ആർജവം പകർന്നു തന്നത്, നട്ടെല്ല്. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഗുണം ഇന്ന് സമൂഹം അനുഭവിക്കുന്നു. ഞാൻ അങ്ങോട്ട് കൂടുതലൊന്നും പറയുന്നില്ല, വെറുതെ ഇങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ, ആ മഹാന്റെ മുശാവറയിൽ 1ാമത്തെ മെമ്പർ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് റഈസുൽ മുഹഖ്ഖീൻ, 40ാമത്തെ മെമ്പർ നിങ്ങളെ നമ്മളെ പ്രിയപ്പെട്ട അണ്ടോണ മൊഹീദ്ദീൻ മുസ്ലിയാർ. ആ 39 എണ്ണവും മരിച്ചുപോയി കേട്ടോ. ഒറ്റ ആളെ ബാക്കിയുള്ളൂ. അത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളാണ്. അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ, ആഫിയത്ത് ഏറ്റിക്കൊടുക്കട്ടെ, ആ തണല് അല്ലാഹു നീട്ടിത്തരട്ടെ. എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. അവിടുത്തെ ഹയാത്ത് കാലത്ത് തന്നെ അല്ലാഹു എല്ലാം കാണിച്ചു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അവേലത്തു തങ്ങൾ നീ ദറജേറ്റി കൊടുക്കണേ അല്ലാഹ്. താജുൽ ഉലമയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നീ ദറജകൾ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഒരായുസ് മുഴുവനും പണിയെടുത്ത് പടനയിച്ചു ചെറിയ കുറിയൊരു മനുഷ്യൻ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ ഉസ്താദ് നീ ഖബർ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. അവിടെ തല്ലുകൊണ്ടവരെത്ര, കത്തി കുത്ത് ഏറ്റവരെത്ര, കുടുംബം കലങ്ങിപ്പോയവര് എത്ര, കല്യാണം മുടങ്ങിപ്പോയവര് എത്ര. കുണ്ടൂർ ഉസ്താദിന്റെ കുഞ്ഞു കിടങ്ങയത്ത പാവം കുട്ടിക്കാ, പ്രിയപ്പെട്ട പുറ്റിമൂച്ചിയിലെ അബുദു, പ്രിയപ്പെട്ട KTC അബ്ദുൽ ഖാദിർ. അതൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. KTC അബ്ദുൽ ഖാദറിനെ മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം ഞാൻ സന്ദർശിക്കാൻ പോയി.
കണ്ണ് കാണാനില്ല, മൂക്ക് കാണാനില്ല, മുഴുവനും പൊതിഞ്ഞു കെട്ടിയതാണ്. ചുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യമായി എന്തോ ചെല്ലാണ്, ഭയങ്കരമായിട്ട് സ്പീഡിൽ ചെല്ലാണ്. ആരോ ഏൽപ്പിച്ചോ 4444 സ്വലാത്തുന്നാരിയ ഇപ്പം ചൊല്ലി തീർക്കണം. എനിക്കറിയില്ല, അത്ര തിരക്കിലാണ് അബ്ദുൽ ഖാദർ ചൊല്ലണത്. അത്രയേ എനിക്ക് ഓർമ്മയുള്ളൂ. മർക്കസിലൊരു വിദ്യാർത്ഥി പണ്ട് വീണ് കാല് പൊട്ടിയപ്പോൾ ആ വാർഡിൽ കുറെ കിടന്നിരുന്നു. ആ വാർഡ് അതുകൊണ്ട് എനിക്ക് സുപരിചിതമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഉണ്ട് എന്ന് വിചാരിച്ച് ഞാനൊന്ന് വെറുതെ പോയി നോക്കിയത്. ഇപ്പോഴാണ് അബ്ദുൽ ഖാദറിനെ കണ്ടത്. ഞാൻ ആ ഒരു കാഴ്ചയെ അബ്ദുൽ ഖാദറിനെ കണ്ടിട്ടുള്ളൂ. അന്ന് കണ്ട കാഴ്ച ഇപ്പോഴും കണ്ണിൽ നിന്നും മായുന്നില്ല. പിറ്റേന്നല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് അബ്ദുൽ ഖാദർ മരിച്ചുപോയി. നീ അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കണേ അല്ലാഹ്, കുടുംബാംഗങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. പടച്ചവൻ ബാക്കിയുണ്ട് കേട്ടോ. മഹാന്മാരായ വഴികാട്ടികൾ അവർ നമുക്ക് തന്ന പാത ബാക്കിയുണ്ട് കേട്ടോ. കാലം നമുക്ക് പലതും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. 55 കൊല്ലം മുമ്പ് ഒരു കോളേജ് രാഷ്ട്രീയക്കാര് ഏറ്റെടുത്ത് ചാടിപ്പിടിച്ചപ്പോഴാണ് അന്നത്തെ ശംസുൽ ഉലമ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നതെങ്കിൽ ഇന്ന് 96 സ്ഥാപനങ്ങൾ, അതില് മുഷാവറ പറഞ്ഞിട്ട് 10 കൂട്ടരെ അനുസരിച്ചിട്ടുള്ളൂ. ബാക്കി 55 എണ്ണവും മസില് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. സങ്കടം തന്നെയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു കോഴ്സ് വേറെ തുടങ്ങിയാലോ? വശിയ നല്ല കോഴ്സാണ്. തുടങ്ങി നോക്കിയാൽ അല്ലാഹ് വേണ്ട. റഹ്മാനായ റബ്ബ് ഉമ്മത്തിൽ ഐക്യം നിലനിർത്തി തരട്ടെ. ആലിമീങ്ങൾക്ക് അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. 4ാം ക്ലാസ് 100ാം ക്ലാസ് രാഷ്ട്രീയക്കാരൻ സുന്നത്തി ജമാഅത്തിനെ ചവിട്ടി തേക്കുന്നു എന്ന തിരിച്ചറിവ് പെടച്ചിലാണ്. ആ പെടച്ചിൽ പരാജയപ്പെടാൻ പാടില്ല. ഉലമാഇന് അല്ലാഹു അന്തസ്സ് ഏറ്റിത്തരട്ടെ. നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി സമ്മേളനം നടത്തണം എന്ന് പറഞ്ഞു. നടത്തുന്നില്ലേ എന്ന് ചോദിച്ച് തട്ടിക്കയറിയ കഥ ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ പറഞ്ഞു തരുന്നു. സമ്മേളനം ഞാൻ വിജയിപ്പിച്ചു. ഒരാളെയും അത് മുടക്കാൻ ഞാൻ സമ്മതിക്കൂല. ബഹുമാനപ്പെട്ടവർ ഉറപ്പു പറയുന്നു. അങ്ങനെ എന്തെല്ലാം അള്ളാഹു നൽകിയത് നമുക്ക് വല്ലാത്ത സൗഭാഗ്യമാണ്. ഈ മഹാത്മാക്കൾ ഉള്ള കാലത്ത് ജീവിച്ചുവെന്നത്. ആ മഹത്തുക്കളുടെ നല്ല മക്കളായി, സ്നേഹമുള്ള പ്രജകളായി നമ്മളെ അല്ലാഹു പൊരുത്തപ്പെട്ടുവെങ്കിൽ നമ്മളെപ്പോലെ ഭാഗ്യം ചെയ്തവർ ഇക്കാലഘട്ടത്തിൽ വേറെ ഇല്ല. ആ നല്ല വഴി നമ്മൾ മുറുകെ പിടിക്കണം, മുന്നോട്ട് പോകണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതുകൊണ്ട് നമുക്ക് വെളിച്ചം നിലനിർത്തി തരട്ടെ.